ഇന്ദ്രൻ പറഞ്ഞു, നമ്മൾ പോയി ശിവനോട് ചോദിച്ചിട്ട് അദ്ദേഹം ജലന്ധരനോട് സംസാരിച്ചാൽ അത് നടപടിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബ്രഹ്മാവ് സംശയത്തോടെ നോക്കിക്കൊണ്ട് തലകുലുക്കി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും, കാരണം ജലന്ധരൻ അത്രത്തോളം അഹങ്കാരിയായി തീർന്നിരിക്കുന്നു. ശിവൻ അവനെ ബോധവൽക്കരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദേവന്മാരുടെ അഭ്യർത്ഥനകൾ മാനിച്ച് ശിവൻ ജലന്ധരനോട് സന്ധി സംഭാഷണ ചർച്ചകൾ നടത്താൻ പോയി. എന്നാൽ ജലന്ധരൻ വളരെ അഹങ്കാരമാണ് പ്രകടിപ്പിച്ചത്. അവൻ ശിവനെ പരസ്യമായി അപമാനിച്ചു. ജലന്ധരൻ പരമശിവനെ നോക്കി അലറി, നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു നിങ്ങളെ സ്വയം സന്യാസി എന്ന് വിളിക്കാൻ? നിങ്ങളൊരു സന്യാസിയാണെങ്കിൽ എന്തിനാണൊരു പത്നി? പാർവതി ദേവിയെ പറഞ്ഞയക്കൂ. നിങ്ങൾക്കൊരു പത്നിയുടെ ആവശ്യമില്ല. കുടുംബം നടത്തുകയും അതേസമയം യോഗിയെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. വളരെ പ്രയാസപ്പെട്ട് ശിവൻ തൻ്റെ കോപം അടക്കി ജലന്ധരനോട് വിവേകത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലും ജലന്ധരൻ കൂടുതൽ അഹങ്കാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. സമാധാനത്തിനുള്ള ശിവന്റെ നിർദ്ദേശം അവൻ നിരസിക്കുന്നു. പരമശിവൻ കൈലാസത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ നടന്നതെല്ലാം ദേവന്മാരോട് വിശദീകരിച്ചു.